ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും സേഫ് അല്ലേ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ആർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ റെസിപ്പിയുടെ പേര് മുട്ട പൊറോട്ട. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മളിവിടെ കാണിക്കുന്നത് 2 മുട്ട പൊറോട്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. 2 മുട്ട പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു സബോള, ഒരു തക്കാളി, 2 പച്ചമുളക് എടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെളിച്ചെണ്ണയും. തക്കാളി സബോള ഒക്കെ ഫുള്ളായിട്ട് ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതിനൊരു പീസ് ഇടേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ബാക്കിയിലേക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് 2 മുട്ട പൊറോട്ടയൊക്കെ ഉള്ളതായതുകൊണ്ടാണ് ഇത്ര കുറച്ച് ആവശ്യമുള്ളൂ. ചെറുതാക്കിയിട്ട് ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, തക്കാളി, സബോള 3 അരിഞ്ഞിട്ട് ഇതുപോലെ ചെറിയതാക്കി അരിഞ്ഞതിന് ശേഷം മുട്ടയിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഉപ്പിട്ടതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. കറിയൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമ്മളൊരു പാന് മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ കൂട്ടിയും വെക്കരുത്, കുറച്ച് വെക്കരുത് കേട്ടോ. ഇനി പാനിലേക്ക് മുട്ട പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം പാനിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു പൊറോട്ട അതിന് മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക്, പൊറോട്ടയുടെ മുകളിലേക്ക് വീണ്ടും കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊറോട്ട കൊണ്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ വയറ് ഫുള്ളാവും കേട്ടോ. പൊറോട്ടയുടെ മുകളിലേക്ക് മുട്ട ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ട വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ മുകളിൽ സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡും നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ മറിച്ചിടുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ സ്വല്പം കുരുമുളക് പൊടി ഇട്ടാൽ മതി. കുരുമുളക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കുറവൊക്കെ ആക്കിയിട്ട് ഇടാം കേട്ടോ. ഇതുവരെ കഴിക്കാത്തവരൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ലഞ്ചിനോ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഏതെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കും. അത്രക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അപ്പുറ സൈഡിലും അല്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയെന്ന് പറയാൻ കാരണം കണ്ടോ, ഇത് നല്ല കട്ടിയുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും മുട്ട ഒക്കെ വരുന്നതുകൊണ്ട് അടിപൊളിയായിട്ട് നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ ഒരെണ്ണം തന്നെ വയറ് നിറച്ച് കഴിക്കാനുണ്ടാവും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ. എന്നാലും ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ മുട്ട ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ പൊറോട്ട വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ പിന്നെ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നല്ല മഴയൊക്കെയാണല്ലോ, അപ്പോൾ മഴയത്ത് നല്ല ചൂട്ടോടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാക്കുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കാൻ നേരത്ത് സൂപ്പർ ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന റെസിപ്പി കൂടിയാണ്. പിന്നെ മുട്ടയും പൊറോട്ട ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റങ്ങളാണ് രണ്ടും. അതിനുശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ചൂടോട് കൂടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ ചൂടോട് തന്നെ തിന്നുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത്ര പണിയുള്ള ഗൈസ്. ഇനി ഇത് പ്ലേറ്റിലായിട്ട് മാറ്റിയിട്ട് വീണ്ടും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മളിതപ്പോൾ ഇവിടെ 2 ഉണ്ടായി കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഉണ്ടാക്കണം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.